ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ 2025 ഫെബ്രുവരി 28 നടക്കാൻ വേണ്ടി പോകുന്ന IEO എന്നുള്ള പരീക്ഷയുണ്ട് അല്ലേ. സോ അതിൻ്റെ ഒറിജിനൽ സിലബസ് നിലവിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും കാലം കുറേയൊക്കെ ഉദ്യോഗാർത്ഥികൾ പഴയ സിലബസ് പ്രകാരം ഇതുവരെ പഠിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിലത്തെ സിലബസ് വരുന്ന സമയത്ത് അതിൽ 100% ചേഞ്ച് ആണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. അപ്പം അടിമുടി ആ ഒരു സിലബസ് മാറിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഒരു സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ റെഡി അല്ലേ? യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദി പോസ്റ്റ് ഓഫ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, കാറ്റഗറി നമ്പർ 30/2024. ഓക്കെ. അപ്പോൾ ടോട്ടൽ 100 മാർക്കിലാണ് പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് 3 പാർട്ടായിട്ടാണ് ഈ ഒരു സിലബസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 40 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ. ലീനിയർ ആൾജിബ്ര ഫസ്റ്റ് മൊഡ്യൂൾ, മൊഡ്യൂൾ 2 കാൽക്കുലസ് 12 മാർക്ക്, മൊഡ്യൂൾ 3 4 മാർക്കിൻ്റെ ODE ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, മൊഡ്യൂൾ 4 12 മാർക്കിന് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മൊഡ്യൂൾ 5 4 മാർക്കിന് ന്യൂമറിക്കൽ മെത്തേഡ്. ദെൻ പാർട്ട് 2 ആയിട്ട് എഞ്ചിനീയറിംഗ് ഫിസിക്സ് 30 മാർക്ക്, അപ്ലൈഡ് ഒപ്റ്റിക്സ്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, ദെൻ അക്വസ്റ്റിക്സ്. ദെൻ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി 30 മാർക്കിന്, കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ് 10 മാർക്ക്, ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ് ഓഫ് അനാലിസിസ് 10 മാർക്ക്, ദെൻ എൻവയോൺമെൻറ്റ് 10 മാർക്ക്. ഈ രീതിയിലാണ് സിലബസ് വന്നിട്ടുള്ളത്. അപ്പോൾ പഴയ സിലബസുമായിട്ട് തട്ടിച്ചു നോക്കുന്ന സമയത്ത് 100% വ്യത്യാസമായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. പഴയ സിലബസ് എങ്ങനെയായിരുന്നു? പഴയ സിലബസിൽ ഏകദേശം ഒരു 4-5 എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിൽ നിന്ന്, ഇപ്പം ഇലക്ട്രിക്കലിൽ നിന്നൊരു 15 മാർക്ക്, മെക്കാനിക്കലിൽ നിന്ന് 15 മാർക്ക്, 15 മാർക്ക് സിവിൽ, ആ രീതിയിലായിരുന്നു കഴിഞ്ഞ IEOയുടെ പരീക്ഷ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം ഈ രീതിയിലാണ് എക്സാമിൻ്റെ സിലബസ് ഉള്ളത്. ഇനി ഈ സിലബസ് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? യെസ്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് നടന്നിട്ടുള്ള ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ പരീക്ഷയുടെ സിലബസ് ഇത് തന്നെയായിരുന്നു. ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു പരീക്ഷ മാനേജ്മെൻറ്റുകാർക്കും MBAക്കാർക്കും എഴുതാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അതിന് പ്രകാരം 30 മാർക്കിന് മാനേജ്മെൻറ്റ് ചോദ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു പരീക്ഷയിൽ ആ മാനേജ്മെൻറ്റ് ടോപ്പിക്കുകൾ ഇല്ല. 30 മാർക്കിൻ്റെ ആ മാനേജ്മെൻറ്റ് ടോപ്പിക്കുകൾ ഈ ഒരു പരീക്ഷയിലില്ല. എന്തുകൊണ്ടാണ്? കാരണം IEO അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് BTechകാർക്ക് മാത്രമാണ് അല്ലേ. യെസ്. അതുകൊണ്ട് ആ 30 മാർക്കിൻ്റെ മാനേജ്മെൻറ്റ് ടോപ്പിക്കുകൾ എല്ലാം ഒഴിവാക്കി ബാക്കി സിലബസ് അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സിലബസാണ് നമുക്ക് IEOക്ക് ലഭിച്ചിട്ടുള്ളത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷനും അവർ ചെറിയ രീതിയിൽ ചേഞ്ച് വരുത്തി അല്ലേ. എങ്ങനെയാണ്? മാത്സ് 40 മാർക്കിന് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇതേ ടോപ്പിക്കുകളായിരുന്നു മാത്സ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഫിസിക്സ്, എഞ്ചിനീയറിംഗ് ഫിസിക്സ് അവിടെ 15 മാർക്കിനായിരുന്നു വെയിറ്റേജ് അല്ലേ. 15 മാർക്കിനായിരുന്നു ഇത്രയും ടോപ്പിക്കുകൾ ഉണ്ടായിരുന്നത്. അത് ഇവിടെ എന്ത് ചെയ്തു? 30 മാർക്കിനാക്കി, ഡബിളാക്കി. ഇനി എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ഇതേ ടോപ്പിക്കിന് അവിടെ 15 മാർക്കായിരുന്നു. ഇപ്പോൾ അവരെന്ത് ചെയ്തു? യെസ്, ഇതേ ടോപ്പിക്ക് നിലനിർത്തിക്കൊണ്ട് മാർക്ക് 30 ആക്കി, വെയിറ്റേജ് കൂട്ടി. സോ മാനേജ്മെൻറ്റ് ടോപ്പിക്ക് ഒഴികെ അസിസ്റ്റൻറ്റ് ഡയറക്ടറിന് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് തന്നെയാണ് നിങ്ങൾക്ക് IEO എന്നുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കുക. അപ്പോൾ കഴിഞ്ഞ AD പരീക്ഷ എഴുതിയ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ്റെ ലെവലും ചോദ്യങ്ങൾ ഏത് രീതിയിലാണെന്നൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. അതേപോലെ ആ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്ക് കുറച്ചൊരു വെയിറ്റേജ് ഇവിടെ കിട്ടും അല്ലേ. എന്തുകൊണ്ടാണ്? യെസ്, നിങ്ങൾക്ക് ഓൾറെഡി ഈ ടോപ്പിക്കുകളെ കുറിച്ചൊരു ധാരണയുണ്ട്. ഈ സിലബസ് നോക്കിയാൽ ആക്ച്വലി ഈ ഒരു സിലബസ് ഒരു കടൽ തന്നെയാണ്. ഈ ഒരു മാത്സ് നിലവിലൊന്ന് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര ഡിഫിക്കൽട്ടാണെന്ന് ഞാൻ പറയില്ല, എന്നാൽ കുറച്ചൊരു ശ്രമകരമായിട്ടുള്ളൊരു പണി തന്നെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 15 ദിവസം കൊണ്ടോ 30 ദിവസം കൊണ്ടോ ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. എന്നാൽ നമ്മുടെ മുമ്പിൽ ഇനി എത്ര ദിവസമുണ്ട്? യെസ്, ഏകദേശം ഒരു 80 ഡേയ്സ് എന്തായാലും സേഫ് ആയിട്ടുണ്ട്. 80ഓളം ദിവസമുണ്ട് അല്ലേ. ഒന്ന് കാൽക്കുലേറ്റ് നോക്കിയേ, എത്രത്തോളം ദിവസം കിട്ടും? 85 ദിവസത്തോളം നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അത്രയും ദിവസങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യെസ്, ഈ ഒരു സിലബസ് ഏകദേശമൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നാണ് തോന്നുന്നത്. ദെൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറിന് ഓൾറെഡി പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഏകദേശം ഒരു 10,000-15,000 പേര് അസിസ്റ്റൻറ്റ് ഡയറക്ടർ പരീക്ഷ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ കറക്റ്റ് നമ്പർ എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. എത്രയോ 25,000 പേരോ മറ്റോ അപ്ലൈ ചെയ്തൊരു പരീക്ഷയായിരുന്നു. 15,000 പേരോ മറ്റോ അത് കൺഫർമേഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. സോ ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇതുകൂടി ഒന്ന് കണ്ടിന്യൂ ചെയ്യുക. കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും അല്ലേ. യെസ്.
സോ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. വേക്കൻസികൾ എന്തായാലും AD എന്ന് പറയുന്നത് വളരെ കുറച്ച് വേക്കൻസികൾ മാത്രമുള്ളൊരു പരീക്ഷയാണ്. IO എന്ന് പറയുന്നത് അതുപോലെയല്ല. നിലവിൽ ഏകദേശം ഒരു 50ഓളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അഡ്വൈസുകൾ പോവുകയും ചെയ്തിട്ടില്ല. ഡിസംബർ മാസം വരെ വാലിഡിറ്റിയിൽ ഉള്ള ഒരു ലിസ്റ്റ് ഇപ്പം നിലവിലുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന വേക്കൻസികളായിരിക്കും ഈ ഒരു നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്തിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഉൾപ്പെടുത്തുക. അപ്പോൾ ഒരു മാക്സിമം ഒരു 50 ഒന്നും ഒരു സേഫ് അല്ല. 3 വർഷം കൊണ്ടൊക്കെ ചിലപ്പോൾ 50 കിട്ടിയേക്കാം. ഞാൻ ഒരു നമ്പർ പറയുകയാണെങ്കിൽ ഒരു 30 ഒക്കെ ആൾക്കാർക്ക്, റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാർക്കൊക്കെ ജോലി കിട്ടാൻ സാധ്യത, ഷുവറായിട്ട് ജോലി കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് പോസ്റ്റ് തന്നെയാണ് IO എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് നമുക്ക് പറയാം കേട്ടോ, ഒരു 40-50 പേർക്കൊക്കെ കിട്ടിയേക്കാം ഒരു 3 വർഷമൊക്കെ ആവുന്ന സമയത്ത്. എന്നിരുന്നാലും ഒരു നല്ല വേക്കൻസി വരുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. നിങ്ങൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. സോ എത്ര പേര് ഇതിന് അപ്ലൈ ചെയ്തിട്ട് നോക്കിയാലോ? യെസ്, ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് IO 38,270 പേർ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. യെസ്, ഇത്രത്തോളം പേര് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്ര പേരൊന്നും ഇനി കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. കൺഫർമേഷൻ കൊടുക്കാൻ സാധ്യതയുമില്ല. സിലബസ് മാറിയ സ്ഥിതിക്കൊക്കെ ചിലർക്കൊക്കെ അത് മടുപ്പായിട്ടുണ്ടാവും, ഓൾറെഡി മടുപ്പായിട്ടുണ്ടാവും. ചിലരൊക്കെ പഠിത്തം നിർത്തുന്നവരുണ്ടാവും. പക്ഷേ വീണ്ടും പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് വിജയം ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. നിലവിൽ കൺഫർമേഷൻ കൊടുക്കാനുള്ള വിൻഡോ നിങ്ങളുടെ കേരള PSC പ്രൊഫൈലിൽ ആക്റ്റീവാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കാൻ താല്പര്യമുള്ളവർ, പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, യെസ്, ഡിസംബർ 12 മുമ്പായിട്ട് കൺഫർമേഷൻ കൊടുക്കുക കേട്ടോ. ഓക്കെ, യെസ്, കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും പരീക്ഷ പോയിട്ട് എഴുതുകയും ചെയ്യുക. അപ്പോൾ ഓക്കെ അല്ലേ? ഇതിനെക്കുറിച്ച് നിലവിൽ 65 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ലിസ്റ്റ് വരികയാണെങ്കിൽ ഒരു 40 എബവ് ഒക്കെ എന്തായാലും വരാൻ സാധ്യതയുണ്ട് കേട്ടോ. കണ്ടോ, ഓപ്പൺ കാറ്റഗറി 53 വരെ പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നിലവിലെ ലിസ്റ്റിന് വാലിഡിറ്റി 2024 ഡിസംബർ 8 വരെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിന് ശേഷമായിരിക്കും വരുന്ന വേക്കൻസികൾ പുതിയ പരീക്ഷയിൽ നിന്നുള്ള ലിസ്റ്റിൽ നിന്ന് എടുക്കുന്നതായിരിക്കും കേട്ടോ. ഇത്രത്തോളം വേക്കൻസികൾ ഈ പറയുന്ന നിലവിൽ പോയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ലിസ്റ്റിൽ 125/2018 എന്നുള്ള കാറ്റഗറി നമ്പറിൽ ഇത്രത്തോളം വേക്കൻസികൾ നിലവിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ അല്ലേ? യെസ്, സിലബസ് ഡിസ്കഷൻ ആയിരുന്നു ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. ഞാൻ എന്ത് ചെയ്യാം, ഈ സിലബസിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്തിടാം. താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ തുടങ്ങാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്നായിട്ട് പഠിക്കുക, നല്ലൊരു വിജയം ഉണ്ടാവട്ടെ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്